കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICU പീഡനക്കേസിൽ വീണ്ടും സമരത്തിന് അതിജീവിത. മൊഴിയെടുത്ത ഡോക്ടർക്കെതിരായ പരാതിയിൽ അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം. കേസ് അട്ടിമറിക്കാൻ നീക്കമെന്ന് അതിജീവിത. രാഹുൽ KV വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുലിനൊപ്പം പെൺകുട്ടി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വീണ്ടും ഒരു സമരത്തിനൊരുങ്ങുമ്പോൾ എന്തൊക്കെയാണ് അവർക്ക് പറയാനുള്ളത്? മാധു, അതിജീവിത തെരുവിലാണ്. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിന് മുൻപിൽ മണിക്കൂറുകളായി കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് അവർ. അതായത് ഈ ICUവിൽ വെച്ച് ഇതുപോലൊരു പീഡനം സംഭവിച്ചു. അതിന് പിന്നാലെ ഗൈനക്കോളജിസ്റ്റ് അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും രേഖപ്പെടുത്തിയില്ല. പ്രതികൾക്ക് അനുകൂലമായ നിലപാടാണ് ഗൈനക്കോളജിസ്റ്റ് എടുത്തതെന്നാണ് അതിജീവിത ഉന്നയിക്കുന്ന ആരോപണം. തുടർന്ന് ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകുകയും മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ നേരത്തെ അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അതിജീവിത പറഞ്ഞതുപോലെ പ്രതികൾക്ക് അനുകൂലമായൊരു നിലപാട് ഗൈനക്കോളജിസ്റ്റ് എടുത്തുവെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നായിരുന്നു പോലീസ് അന്വേഷണത്തിലെ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൻ്റെ പൂർണ്ണ രൂപം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇതുവരെ തെരുവിലിരുന്ന് പ്രതിഷേധിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അതിജീവിത വന്നിട്ടുള്ളത്. പറഞ്ഞതുപോലെ നമ്മോടൊപ്പം തത്സമയം തന്നെ ചേരുന്നുണ്ട്. എന്താണ് ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ റോഡിൽ ആൾക്കാരൊക്കെ കാണുന്ന വിധത്തിൽ വന്നിരിക്കേണ്ട ഒരു അവസ്ഥ? നമ്മളെ സർക്കാർ തന്നെയാണ് ഈ അവസ്ഥക്ക് കാരണം ഞാൻ കൊടുത്ത പരാതിയുടെ റിപ്പോർട്ടാണ് ഞാൻ ആവശ്യപ്പെട്ടത്. അത് പലതവണ ആവശ്യപ്പെട്ടിട്ടും അവർ തരാൻ തയ്യാറല്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ഇരിക്കേണ്ടി വന്നത്. വളരെ വിഷമമുണ്ട് ഇങ്ങനെ ഇരിക്കേണ്ട ഒരു അവസ്ഥ വന്നതുകൊണ്ട്. എന്തായാലും റിപ്പോർട്ട് കിട്ടുന്നവരെ 1 മണി മുതൽ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. എന്തെങ്കിലും മറുപടി ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടുണ്ടോ? ഇല്ല, അവരെന്തായാലും 2 ദിവസം എന്തായാലും തിരിഞ്ഞു നോക്കില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അപ്പോൾ ഞാനൊരു സാധാരണ സ്ത്രീയല്ലേ, ഞാനൊരു ശൈലജ ടീച്ചറല്ല, അല്ലെങ്കിൽ വേറെ ആരുമല്ല. ഒരു പാർട്ടിയുടെ ആളോ അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയിലുള്ള ആളൊക്കെ ആണെങ്കിലാണ് വേഗം മറ്റുള്ളവർ പ്രതികരിക്കുക, ജനങ്ങളും പ്രതികരിക്കും. ഇതിപ്പോൾ ഇത്രയും ജനങ്ങൾ കാണുന്ന ഒരാൾ പോലും പ്രതികരിക്കാനില്ല. അപ്പോൾ എന്താണ്, എല്ലാവർക്കും വരുന്ന അവസ്ഥയിലേ ഉള്ളൂ, എല്ലാവരും ഭാഗം ചിന്തിക്കുള്ളൂ. റിപ്പോർട്ട് വേണം എന്നാവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ അന്വേഷണം അട്ടിമറിക്കുന്നു എന്നുകൂടെ പറഞ്ഞിരുന്നല്ലോ. എനിക്ക് ഈ റിപ്പോർട്ട് കിട്ടിയാലാണ് കോടതിയിൽ ഈ പ്രീതിൻ്റെ കേസ് തന്നെ ഒന്നുകൂടി പുനരന്വേഷണത്തിന് കൊടുക്കണം. പ്രീതി തെറ്റായ റിപ്പോർട്ടാണല്ലോ കൊടുത്തത്. അപ്പം അതിനായിട്ടാണ് ഈ റിപ്പോർട്ട് ഞാൻ ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം കമ്മീഷണർ വന്ന് കണ്ടതാണ്. അന്ന് ലഭിച്ച മറുപടി എന്താണ്? അന്ന് ലഭിച്ചത് അദ്ദേഹത്തിന് തരാൻ പറ്റില്ല, വിവരാവകാശ കമ്മീഷനിൽ പോയിട്ട് അവിടെ അന്വേഷിച്ചോളൂ എന്നാണ് പറഞ്ഞത്. അവിടെ അപേക്ഷ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അത് കൊടുത്താണ്, 4 മാസം മുന്നേ കൊടുത്തതാണ്. അവിടെ നിന്ന് ഒരു മറുപടി ഇതുവരെ ലഭിച്ചിട്ടില്ല. പൂർണ്ണമായ അവഗണന തുടരുന്നു, നീതി നിഷേധം തുടരുന്നു എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അവഗണന ഉണ്ടായത് കൊണ്ടാണല്ലോ ഇങ്ങനെ ഇത്രയും 1 വർഷമാവാനായി ഞാൻ ഈ പരാതി കൊടുത്തിട്ട്. അതിൻ്റെ റിപ്പോർട്ടിനായി എല്ലാ സ്ഥലത്തും ഞാൻ നിയമത്തിൻ്റെ വഴിക്ക് തന്നെ എല്ലാ സ്ഥലത്തും പോയതാണ്. നമ്മൾ നിയമത്തിന് ഇനിയൊന്നും ചെയ്യാനില്ല. വിവരാവകാശ കമ്മീഷനാണ് നമുക്ക് അവസാനമുള്ളത്, അതുവരെ പോയി. അപ്പോൾ ഇനി ഇവരെ റിപ്പോർട്ട് കിട്ടട്ടെ, തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ ഗൈനക്കോളജിസ്റ്റ് നിങ്ങൾ പറഞ്ഞ മൊഴി തിരുത്തി എന്നത് പറയാൻ എന്താണ് കാരണം? അവരതിൽ കൊടുത്തിട്ടുള്ളത് എന്താ പറയുക, അയാൾ സ്പർശിച്ചിട്ടുള്ളൂ എന്നുള്ളൊരു ഇതാണ്. ഇയാൾ പീഡിപ്പിച്ചു എന്നുള്ളതിനൊരു തെളിവില്ല. അതുപോലെ എൻ്റെ മുറിവുകളോ കാര്യങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. പിന്നെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു തെളിവുകളും ശേഖരിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ തന്നെ ആ ഡോക്ടർ ഭാഗത്തു നിന്നുള്ളൊരു വീഴ്ചയായിട്ട് നമുക്ക് കാണാമല്ലോ. അവർ പ്രതിയെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കമാണെന്നും കരുതാം. ഏതായാലും ഈ പറഞ്ഞ പോലെ തന്നെ തനിക്കെതിരെ തുടരുന്ന നീതി നിഷേധം അത് തുറന്നു പറയുക കൂടിയാണ് അതിജീവിത ചെയ്യുന്നത്. ഈ റിപ്പോർട്ട് നേരത്തെ ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം കമ്മീഷണറെ കണ്ടിരുന്നു. നൽകാൻ കഴിയില്ലെന്ന മറുപടിയാണ് ലഭിച്ചത്. വിവരാവകാശ കമ്മീഷനെ സമീപിക്കാൻ നിർദ്ദേശിച്ചു. ആ വിധത്തിൽ നോക്കിയപ്പോഴും അത് ലഭ്യമായിട്ടില്ല. റിപ്പോർട്ട് ലഭിക്കുന്നത് വരെ ഇപ്പോൾ ഈ കാണുന്നത് പോലെ തന്നെ കമ്മീഷണർ ഓഫീസിന് മുൻപിൽ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കും എന്ന് തന്നെയാണ് അതിജീവിത വ്യക്തമാക്കുന്നത്. മണിക്കൂറുകൾ ഇത്രയായിട്ടും ആരുടെ ഭാഗത്തുനിന്നും യാതൊരുവിധ ഇടപെടൽ ഉണ്ടായിട്ടുമില്ല.